ഏറ്റുമാനൂർ ഷൈനി 2 മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തത് നമ്മളെല്ലാവരും സങ്കടത്തോടു കൂടി കേട്ട ഒരു വാർത്തയാണ്. ആ വാർത്തയുടെ ഞെട്ടൽ മാറുന്ന മുമ്പ് തന്നെ അടുത്ത വാർത്ത പുറത്തു വന്നു. ജിസ്മോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി 2 പെൺമക്കളെയും കൊണ്ട്, ഷൈനിയും ഇതുപോലെയാണ് 2 പെൺമക്കളെയും കൊണ്ടാണ് ട്രെയിനിന് മുന്നിൽ ചാടിയത്. അതുപോലെ ജിസ്മോൾ 2 പെൺകുട്ടികളെയും കൊണ്ട്, 2ഉം 5ഉം വയസ്സായ മക്കളെയും കൊണ്ട്, പെൺമക്കളെയും കൊണ്ട് മീനച്ചിലാറിലേക്ക് ചാടുകയും ചെയ്തു. കുടുംബ പ്രശ്നങ്ങളാണ്. അവർക്ക് ജീവിക്കാനായിട്ട് കണ്ടമാനം വക, ഇഷ്ടം പോലെ വക ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അവരെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുണ്ട്. ജിസ്മോൾ ഹൈക്കോടതി അഭിഭാഷകയായിരുന്നു, മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അങ്ങനെ പ്രസിഡന്റായി ഇരിക്കവെയാണ് ജിസ്മോളെ കല്യാണം നടന്നത്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ അവിടെ ഒരു സ്ഥാപനം ഇടുകയും ആ സ്ഥാപനം ഇടാനായിട്ട് ഭർത്താവായ ജിമ്മിയുടെ കയ്യിൽ, ജിമ്മിയുടെ അടുത്ത് പൈസ ആവശ്യപ്പെടുകയും ജിമ്മി പണം കൊടുക്കുകയും ചെയ്തു. പണം കൊടുത്തിട്ട് ജിമ്മി ഉടനെ തന്നെ ആ പണം തിരിച്ചു ചോദിക്കുകയും എന്നിട്ട് അവിടെ കേസ് വാദിക്കുന്ന ആ പൈസ ശേഖരിച്ച് വെച്ച് ജിസ്മോള് ജിമ്മിക്ക് തിരിച്ചു നൽകുകയും ചെയ്തു. ഈ ജിമ്മി എന്ന് പറയുന്ന സാധനം അവൻ ആഹാരം കൊടുത്താലും വിളിച്ചു പറയുന്ന ഒരുത്തനാണ്. ആഹാരം കൊടുത്തിട്ടുണ്ടോ അവൻ വിളിച്ചു പറയും. കുട്ടികൾക്കായാലും ആ ജിസ്മോൾക്കായിരുന്നാലും ഫുഡ് കൊടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ, അതെല്ലാം വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ്. അവന് കണ്ടമാനം വകയുണ്ട്. അതുപോലെ ജിസ്മോളും അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു പെൺകുട്ടിയാണ്. പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ജിസ്മോക്ക് ഒന്നി അച്ഛൻ്റെ അടുത്ത് പറയാം, അമ്മ ഇല്ല, അമ്മ മരണപ്പെട്ടു പോയി, ആക്സിഡൻറ്റിൽ മരിച്ചു. സഹോദരനുണ്ട്, സഹോദരനും അച്ഛനും വെളിയിലാണ്, അച്ഛൻ UK യിലാണെന്ന് പറയണം. ഇപ്പം വന്ന് UK ന്ന് സഹോദരനും അച്ഛനും വന്നിട്ടുണ്ട്, അവർക്ക് അവിടെ ജോലിയുണ്ട്. അപ്പം എന്ത് പ്രശ്നം വന്നാലും ഈ അച്ഛൻ്റെ അടുത്ത് പറയാമായിരുന്നു. പക്ഷേ ജിസ്മോള് ഈ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയില്ല, ആരടുത്തും പറയാൻ തയ്യാറായില്ല. ഇതുപോലെയാണ് ഷൈനിയും ഒളിച്ചു വെച്ചിരുന്നത്. ആരടുത്തും ഒരു വാക്ക് പറയുകയോ ഒന്നും ചെയ്യാതെ ഒളിച്ചു വെച്ച് ഒരു രേഖയുമില്ല. മരിക്കാൻ പോയ സമയത്തും ഒരു മരണക്കുറിപ്പ് പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഇനി അവരത് അടിച്ചു മാറ്റിയാന്ന് അറിഞ്ഞൂടാ, അതും അറിയാൻ പറ്റില്ല. അതുപോലെ ഈ കുട്ടിയും ഒരു മരണ കുറിപ്പ് പോലും എഴുതി വെച്ചിട്ടില്ല എന്നാണ് പറയണത്. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാണ് ഈ കുട്ടി മീനച്ചിലാറിലേക്ക് ചാടാനായിട്ട് പോയത്. അന്ന് രാവിലെ ഈ ആറ്റിൽ ചാടി മരിക്കണതിന് മുമ്പ് അന്ന് രാവിലെ ഈ പെൺകുട്ടി ഫാനിൽ തൂങ്ങാൻ ശ്രമിച്ച്, അതിനുശേഷം കൈഞരമ്പ് മുറിച്ച് ഹാർപ്പിക്ക് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തവിടെ. എന്നിട്ട് ഇതൊന്നും മരണം ഉറപ്പ് വരുത്തൂല എന്നുള്ള ഒരു ഇതുകൊണ്ട് ഈ പെൺകുട്ടി ജിസ്മോള് 2 മക്കളെയും കൊണ്ട് ആറ്റിലേക്ക് ചാടുന്നത്. ഈ കുട്ടിയുടെ മുതുകത്ത് അടിയുടെ പാടുകളുണ്ടെന്ന്, ഈ മുതുകത്ത് നല്ല പാടുകളുണ്ട്. അതുപോലെ തൊടയിലും അങ്ങനെയുള്ള ഭാഗങ്ങളിൽ പൊള്ളലിൻ്റെ പാടുകളും ഉണ്ട്. എന്തായിരുന്നാലും ഇത് നമുക്ക് ഉറപ്പ് വരുത്താവുന്നതേ ഉള്ളൂ. ഇത് അവിടെ നടന്ന പീഡനമാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ, ഭർത്താവെന്ന് പറയുന്ന അയാളുടെ വീട്ടിൽ നടന്ന പീഡനമാണ് ഇത്. അവൻ മോശക്കാരനല്ല. ഈ ജിമ്മി എന്ന് പറയുന്ന അയാൾ മോശക്കാരനൊന്നും അല്ല. അയാൾ ഒരുപാട് ഈ ജിസ്മോളെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരിക്കൽ അച്ഛൻ ഇതുപോലെ മോളെ തല ഇതുപോലെ മുറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് കണ്ടിന് വീഡിയോ കോൾ വിളിച്ച്, അങ്ങനെ എന്തോ മോളെ തല ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്ന അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് ആദ്യമൊന്നും പറഞ്ഞില്ല. അതിനുശേഷം പറയുകയും ജിമ്മി തല പിടിച്ച് ഭിത്തിയിൽ അടിച്ചതാണ്, അങ്ങനെ തല പൊട്ടി. സ്ഥിരമുള്ള ഉപദ്രവം ആയിരുന്നു. ഈ കുട്ടി മാനസികമായിട്ടും ശാരീരികമായിട്ടും അവിടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി. നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയാണ്, കാണാൻ സുന്ദരിയായ ഒരു പെൺകുട്ടി. ഇന്നെ കുറ്റം പറയാൻ ഒന്നുമില്ല, നാട്ടുകാർ തന്നെ പറയുന്നു നല്ല അടിപൊളിയാണ്, നല്ല ഒരു മിടുക്കിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അതുപോലെ കേസുകൾ വാദിക്കാൻ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അതുപോലെ ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. ഇവൾക്ക് ജീവിക്കാനുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾക്ക് ജോലിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് മാറി നിന്നിട്ട് എന്തായാലും അച്ഛൻ അടിച്ചിറക്കൂല, വീടൊഴിഞ്ഞാങ്ങണ്ട കിടക്കുകയാണെന്ന് തോന്നുന്നു. അവിടെ വീട്ടിലൊന്നും ആളില്ല. ഈ കുട്ടിക്ക് പോവായിരുന്നു, അവിടെ നിന്ന് ഇറങ്ങി കളഞ്ഞിട്ടങ്ങ് പോകണമായിരുന്നു. പോയി അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കായിരുന്നു. എവൻ്റെ മൂട് താങ്ങി നിൽക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു.
അന്തസ്സായിട്ട് ജീവിക്കായിരുന്നു. ഒരു രേഖകളും ഇല്ലാതെ ഈ പെൺപിള്ളേർ പോയി ആത്മഹത്യ ചെയ്ത് അവന്മാരെ പിടിച്ചിടാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അവിടെ ഈ ജസ്മോക്ക് ഭയങ്കരമായ പീഡനം വരുന്നെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ അമ്മ ഭയങ്കരിയായിരുന്നു, പിന്നെ അച്ഛന് മോശമല്ല. അതുപോലെ ഒരു മൂത്ത സഹോദരിയുണ്ട്, ഒരു കാന്താരി എന്ന് പറഞ്ഞ കാന്താരി. ജിസ്മോളെ സഹോദരൻ പറയുന്നുണ്ട്, ഈ മൂത്ത അച്ഛനും പറയുന്നുണ്ട്, ഈ മൂത്ത സഹോദരി ഭയങ്കര സാധനം വരുന്നെന്നാണ് പറഞ്ഞത്. അതിനെ കല്യാണം കഴിച്ച് വേറൊരു കുടുംബത്തിൽ പറഞ്ഞു വിട്ടിട്ടും അത് വന്ന് അവിടെ കിടക്കുന്നു, ജിസ്മോളെ ഭരിക്കാനായിട്ട് അവിടെ കിടക്കും. ഇത് വന്ന് അവിടെ കിടന്നിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് ഭരണം, വായി തോന്നണത് അത്രയും പറച്ചിൽ. അമ്മച്ചി മോശമല്ല, അമ്മച്ചി മോളെ സൈഡ്. ഇതിന് അറിയുമ്പോഴുള്ള കുട്ടിയല്ലായിരുന്ന, ഇതിന് പൊയ്ക്കൂടെയായിരുന്ന. എന്നിട്ട് ഇവിടെ നിന്നും കൊണ്ട് അവളുമാർ അവിടെ നിന്ന് എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് ആണ്ടിലൊരിക്കൽ ഭർത്താവിൻ്റെ വീട്ടിലെന്നും പറഞ്ഞ് പോകും. ഇതാണ് നടക്കുന്നത്. കേസ് പിന്നെ സഹോദരൻ ഇതുപോലെ സഹോദരനും അച്ഛനും നാട്ടിൽ വന്നിട്ടുണ്ട്. അവർ സങ്കടം നിറഞ്ഞ വാക്കുകളാണ് പറയണത്. ഇതുപോലെ എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് സഹോദരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഇത്രയും നാൾ ഇങ്ങനത്തെ സംഭവം നടന്നിട്ട് ഇപ്പോഴല്ല ഈ അച്ഛനും സഹോദരനും പ്രതികരിക്കാനുള്ളത്. എത്രയോ നാൾ കൊണ്ട് ഇത് കണക്കത്തുള്ള പീഡനം ഈ കുട്ടി അനുഭവിക്കുന്നു എന്ന് പറയണേ. എങ്കിന്നാ അതിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച്, ഇവർക്ക് ജീവിക്കാനുണ്ടല്ലോ, ഈ അച്ഛനും സഹോദരനൊക്കെ ജീവിക്കാനുണ്ട്, ഈ പെൺകുട്ടിയെ പറഞ്ഞ് കൊണ്ടുവരണമായിരുന്നു. ഒരു വീട് ഒഴിച്ചിട്ടിരിക്കണം, അടച്ചു പൂട്ടിയിട്ടിട്ടാണ് ഇവർ UK പോയി കിടക്കണം. അപ്പോഴെന്തോന്ന് ചെയ്യണം? ഈ പെൺകുട്ടിയുടെ അടുത്ത് 2 മക്കളെയും കൊണ്ട് അവിടെ താമസിക്കാൻ പറയണമായിരുന്നു. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു. കേസ് വന്നെങ്കിൽ കേസിൻ്റെ പിന്നാലെ പോകണമായിരുന്നു. ഇതങ്ങനെയാണെന്നുണ്ടെങ്കിൽ യവൻ ഇനി എന്തോന്ന് ചെയ്യും? ഇത്രയും ദുഷ്ടയായ അമ്മ, ഭർത്താവ് ജിമ്മി എന്ന് പറയുന്ന സാധനം, സഹോദരി, അതുപോലെ അച്ഛൻ, ഇവരെല്ലാം മാനസികമായിട്ട് ശാരീരികമായിട്ട് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ പെൺകുട്ടി മരിച്ചത്. ഇല്ലാതെ വേറെ ഒരു പ്രശ്നവും അവിടെ ഇല്ല. ഇനി ഇതെന്തോന്ന് ചെയ്യും? ഈ മീഡിയയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതൊക്കെ ആയി ഇപ്പോൾ ഒരു വിഷയമായി കിടക്കുകയാണ്. ഇത് കുറച്ച് ദിവസത്തേക്ക് കാണും. ഷൈനീര കേസ് തന്നെ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് തേഞ്ഞു മാഞ്ഞു പോയി. ഒരു മീഡിയയിലും അത് കാണുന്നതുമില്ല, അതിൻ്റെ ഒരു വാർത്തയില്ല. അവസാനം അവനെ കുറേ ദിവസം പിടിച്ചുകൊണ്ട് വന്ന് ഇട്ട്, അവനെ ഇറക്കി വിട്ട്, അവൻ ഒരു സഞ്ചിയും തൂക്കി ഇറങ്ങി വരണം. ഇതൊക്കെ എവിടെ നീതി കിട്ടായി? ഇതൊന്നും നീതി കിട്ടാനില്ല. ഇതൊന്നും ഒരു തെളിവുമായിട്ടും ഇല്ല. ഇത് ആരെങ്കിലും കണ്ട? ഇവരെ ഉപദ്രവിക്കണ കണ്ടില്ലല്ലോ. ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ ഈ കുട്ടി അവിടെ വെച്ചല്ല ആത്മഹത്യ ചെയ്തത്. ഇത് മീനച്ചലാറ്റിലാണ് പോയി ചാടിയത്. ഈ ഭർത്താവിൻ്റെ വീട്ടിലാണെന്നോ അവിടെ കാണും. പക്ഷെ ആ വേലക്കാരിക്ക് എല്ലാം അറിയാം. വേലക്കാരിയെ ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് മണി പോലെ എല്ലാം പറയും. അവർക്ക് സകല ചരിത്രങ്ങളും ഈ ജിസ്മോള അവിടെ നടക്കുന്ന ചരിത്രങ്ങളെല്ലാം അറിയാം. ഏതൊരു നീക്കുപോക്കായിരുന്നാലും അവർക്കറിയാം. എനിക്ക് പറയാനുള്ളത്, ഈ നാത്തൂന്, അമ്മാച്ചനെ, ഈ ജിമ്മിയെ, എല്ലാ എണ്ണത്തിനെയും പിടിച്ച് ജയിലിലടയ്ക്കണം. ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണം. ഇങ്ങനെ പറഞ്ഞതാണ് നമ്മളൊക്കെ. ഷൈനീര കാര്യത്തിലും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ എവിടെ നീതി കിട്ടി? ഒന്നും നീതി കിട്ടിയില്ല. അതുപോലെ തന്നെ അവിടെ എത്ര മരണമായി? ഇപ്പം എന്താ, ഈ പെൺകുട്ടി 2 മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തു. ഷൈനി 2 മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തു. പിന്നെ വേറെ ഒരാൾ ആ ഭാഗത്ത് തന്നെ ഒരാളിനെ ഇതുപോലെ വെളുപ്പാങ്കാലത്ത് ചായ കുടിക്കാൻ പോയ ആളിനെ 3-4 തടിയന്മാർ കൂടി വണ്ടിയിൽ വന്ന് അടിച്ച് വലിച്ചഴച്ച് കൊണ്ടുവന്ന് പിന്നെ കുഴിക്കകത്തിട്ട് വാർത്തിട്ട് മൂടെ എന്തോ ചെയ്തു. പിന്നെ അത് തോണ്ടിയെടുത്ത് ഇയാളെ കാണാനില്ലാത്തതിൻ്റെ പേരിൽ ഏറ്റുമാനൂർ SHO പോലീസ് ഓഫീസർക്ക് ഉറക്കമില്ലെന്ന്. ഈ കുട്ടികളെ ഈ മരണം ഒരു പാവ പൊങ്ങി വരും കണക്കാണ് ഈ ഇളയ കുട്ടി പൊങ്ങി വന്നത്. അപ്പോൾ ഇത് കണ്ട ഒരു മനുഷ്യന് സഹിക്കൂലെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ മീൻ പിടിക്കാനോ അങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ടിരുന്നവരാണ് കണ്ട് ജഡം പൊങ്ങി വന്നത് കണ്ടതും ഒരു പാവ കണക്കാണെന്നാണ് പറയുന്നത്. അപ്പം ഈ ഉദ്യോഗസ്ഥൻ ഇതൊക്കെ കണ്ട് ഇവരൊക്കെ അല്ലേ ചെന്ന് പൊക്കി എടുക്കണതും അതുപോലെ ഷൈനീര മക്കളെ കാര്യത്തിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥന് ഉറക്കമില്ലെന്നാണ് പറയണത്. ഏറ്റുമാനൂർ SHO പറയുന്നു. കണ്ടും കേട്ടും മരവിച്ചെന്നാണ് പറയണത്.
ഒരുപാട് കേസുകൾ ഇങ്ങനെ വരണത് ഒത്തുതീർപ്പാക്കി വിട്ടതുണ്ട്. ഭാര്യയും ഭർത്താവും തങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒരു ബുക്ക് ഇത്രയും കെട്ടുകണക്കിനാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ഇവരെ പറഞ്ഞ് ഒരുമിപ്പിച്ച് വിട്ട ഒരുപാട് കേസുകളുണ്ട്. ഒപ്പിട്ട് അതിൻ്റെ മാസം തോറും വന്ന് ഒപ്പിടിയിപ്പിച്ച് അങ്ങനെ പോണ ഒരുപാട് കേസുകളുണ്ട്. അപ്പം പിന്നെ ആ അച്ഛനും സഹോദരനൊക്കെ എന്ത് സഹിക്കും? നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടിയായിരുന്നു. ആ സഹോദരനൊക്കെ പൊട്ടിക്കരയണേണത്. ആ അച്ഛൻ്റെ സങ്കടമൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അവനെ അതുപോലെ ചെയ്യണം. അവനെ അവൻ്റെ വീട്ടിലുള്ളവരെ, അവൻ്റെ സഹോദരിയൊക്കെ ഇതുപോലെ ചെയ്യണം. ദുഷ്ടയായ നാത്തൂനും ദുഷ്ടയായ അമ്മായിയപ്പനും അതുപോലെ വഞ്ചകൻ ദുഷ്ടൻ ആയ ഈ ജിമ്മി എന്ന് പറയുന്ന അവനും. യവന്മാരൊക്കെ എവിടെ നിന്ന് ഇട്ടുപോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് ഇപ്പം അതിന് പിടിച്ചിറക്കി വിട്ടു. അഥവാ പിടിച്ചോണ്ട് പോയാൽ ഇപ്പം ഇറക്കി വിടും. എവിടെ നീതി കിട്ടാൻ അത് അറ്റം വരെ വേണമെങ്കിലും അച്ഛൻ പോകുമെന്ന് പറയുന്നു. ഇതൊക്കെ മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. ഇത് ഈ കുട്ടി ഇങ്ങനെ അനുഭവിക്കണമെങ്കിൽ എത്രയോ നാൾ മുമ്പേ ഇത് കുട്ടി ഇങ്ങനെ അനുഭവിക്കണം എന്ന് പറയുന്നു. ഇവരെ ഒരു കാര്യങ്ങൾക്ക് ഇവരെ വീട്ടിൽ, ഈ അച്ഛൻ്റെ വീട്ടിൽ, അപ്പച്ചനെന്നാണ് വിളിക്കുന്നത്, അവരെ വീട്ടിലൊന്നും അവരെ ബന്ധുക്കാരെ വീട്ടിലോ ഒരു കാര്യങ്ങൾ വന്നാൽ പോലും ഈ പെൺകുട്ടിയെ ഈ ജിമ്മി എന്ന് പറയുന്ന സാധനം വിടൂല, പിടിച്ചു വെച്ചേക്കുമെന്ന്. ജീവിക്കാൻ അനുവദിക്കരുത്. യവന്മാർക്കും അതുപോലെ തന്നെ ആയിരിക്കണം. സഹോദരി എന്നും പറഞ്ഞ് സഹോദരിയെ കൊണ്ട് കിടക്കണം. ഇത് നീതി കിട്ടുമെന്തോ? ഈ കുട്ടി ഒരു രേഖ പോലും വെക്കാതെ പോയെന്നുള്ളതാണ്. ഒന്നുകിൽ ആ പോലീസ് സ്റ്റേഷനിൽ, ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ കുട്ടി പരാതി പറയണം. ഷൈനിയാണെങ്കിൽ ഒരു പ്രാവശ്യവും കണ്ട പോയി പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി, ജിസ്മോളെന്ന് പറയുന്ന പെൺകുട്ടി അവിടെ പോയിട്ടുമില്ല, പരാതി പറഞ്ഞിട്ടുമില്ല. കുരുന്നുകളിനി എത്ര നാൾ ജീവിക്കാനുള്ളതായിരുന്നു? അവർക്ക് ജീവിച്ച് കൊതി തീർന്ന, അവരിങ്ങോട്ട് ജനിച്ച് വീണതല്ലേ ഉള്ളായിരുന്നു. അവരെ കൊന്നിട്ട് ഈ കുട്ടി മരിച്ചത് ശരിയായില്ല. എനിക്ക് തോന്നണേ ഈ കുട്ടി ഒരുപാട് അവിടെ ഇട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്. മുതുകത്തൊക്കെ അടിയിലെ പാടുണ്ട്, കാലിലൊക്കെ പൊള്ളലേറ്റ പാടുണ്ട്. നല്ല പീഡനം ഏറ്റവിടെ. പിന്നെ സഹിക്കാൻ വയ്യാതെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് നീ പോയി ചാവടിയെന്ന്. അതുകൊണ്ട് ഇത് പോയതായിരിക്കും. മണ്ടത്തരം കാണിച്ച്.